ഇനി നമ്മൾ വളരെ ടേസ്റ്റുള്ള ഒരു മുട്ട കാന്താരി ഉണ്ടാക്കാൻ പോവുക. അത് ഞാൻ മുട്ട ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് പുഴുങ്ങിയെടുക്കണം. അതുപോലെ തന്നെ ഉള്ളിയും കാന്താരി മുളക് കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതും ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പം നമ്മുടെ മുട്ട കാന്താരി പ്രിപ്പറേഷൻ തുടങ്ങാം. നമ്മൾ പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ വെള്ളത്തിനകത്തേക്ക് നമ്മൾ മുട്ട ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ മുട്ട ഒന്ന് പുഴുങ്ങിയെടുക്കണം. ഓക്കെ, ഇനി നമ്മുടെ മുട്ട ഇവിടെ നിന്ന് തിളച്ച് റെഡി ആവട്ടെ. നമ്മുടെ കാന്താരി മുളകും ഉള്ളി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഉപ്പും കൂടെ ചേർത്ത് നമ്മുടെ മിക്സിയുടെ ചെറിയ ബൗളിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. കാന്താരി മുളക് ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണേ. നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടോ? നല്ല വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴുകി ചേടാൻ പരുത്തിനുണ്ട്. നമ്മളിത് വെളിച്ചെണ്ണയായിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കട്ടെ. പാകത്തിന് ഉപ്പുണ്ട്. നല്ല കാന്താരി മുളകിൻ്റെയൊക്കെ മണം വരുന്നുണ്ട്. നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നത് തന്നെ നമുക്ക് ഇതിൻ്റെ എരിവ് കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് എരിവ് കുറഞ്ഞ മുളകാണ്. എന്നാലും നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. നമ്മൾ മക്കൾക്കൊക്കെ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ട് എരിയും. ഇവിടുത്തെ മക്കൾ പിന്നെ കുറച്ച് എരിവ് കഴിക്കുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നമ്മുടെ കാന്താരി മുളക് ചമ്മന്തി നല്ല റെഡി ആയിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്ക് മുട്ടയും കൂടി ഒന്ന് പുഴുങ്ങി റെഡിയാക്കി. മുട്ടയായിട്ടില്ല, അതാവട്ടെ. നമ്മുടെ മുട്ട ഇവിടെ പുഴുങ്ങി റെഡിയാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. കാന്താരി മുളക് ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ചില കുട്ടികളൊക്കെ മുട്ടയ്ക്ക് മണമെന്നൊക്കെ പറഞ്ഞ് കഴിക്കില്ല. അപ്പോൾ അവർക്ക് നമ്മൾ ഇതുപോലെ കാന്താരി മുളക് അരച്ചിട്ട് കുറേശ്ശെ തേച്ച് ഓരോരുത്തരെയും ആർക്കൊക്കെയാണ് എന്തോരം അളവിൽ വേണം. വലിയവർക്കൊക്കെ ആകുമ്പോൾ കുറച്ചധികം എടുക്കുക. അധികം എരിവൊന്നും ഇല്ല ഇതിന്. അപ്പം നമ്മൾ ആ ഉണ്ണിയിലേക്ക് എന്ത് ചെയ്യുക, ഈ കാന്താരി മുളക് നന്നായിട്ട് ഇങ്ങനെ തേക്കുക. നമ്മുടെ കാന്താരി മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടായതുകൊണ്ട് ഞാൻ കുറേശ്ശേ കാന്താരി മുളക് ആഡ് ചെയ്തിട്ടുള്ളൂ. നമുക്കാകുമ്പോൾ കുറച്ചും കൂടെ കൂടിയിട്ട് ആഡ് ചെയ്തിട്ട് കഴിക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, ബൈ. നാളെ കാണാം.